വിൻഡ് ബ്രേക്കർ അടുത്തിടെ കണ്ടൊരു ഗംഭീര ആനിമ എന്ന് വേണമെങ്കിൽ പറയാൻ പറ്റും. നല്ല ഗംഭീര ലെവലിൽ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ ടീനേജ് പ്രായത്തിലുള്ള ആൾക്കാർക്കിടയിൽ നടക്കുന്ന സംഘർഷങ്ങൾ അല്ലെങ്കിൽ ഒരു ഗ്യാങ് വാറിനെയൊക്കെ ബേസ് ചെയ്തുകൊണ്ടുള്ള ഒരു സംഭവം. ഓൾറെഡി ടോക്കിയോ റിവെഞ്ചേഴ്സ് എന്ന് പറഞ്ഞ ആനിമ കണ്ടിട്ടുള്ള ആൾക്കാർക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു സംഭവമായിരിക്കും ഇതുപോലെ പിള്ളേർ സെറ്റിനിടയിലെ ആ ഒരു ഗ്യാങ് വാർസും അവരുടെ ബാഡാസ് ക്യാരക്ടറിസ്റ്റിക്സും വളരെ ഗംഭീരമായിട്ടുള്ള ആനിമേഷനും നമുക്ക് രോമാഞ്ചം തരുന്ന മൊമെൻറ്റ്സും. ആ ഒരു സെയിം സംഭവം ഫോളോ ചെയ്ത് പോകുന്ന ഒരു ആനിമയാണ് വിൻഡ് ബ്രേക്കർ എന്ന് പറയുന്നത്. വിൻഡ് ബ്രേക്കറിനെ പറ്റി കൂടുതലായിട്ട് നോക്കാനാണെങ്കിൽ സാക്കുറ എന്ന് പറയുന്ന പയ്യൻ ഒരു പുതിയ ടൗണിലേക്ക് വരികയാണ്. അവിടുത്തെ ഒരു സ്കൂളിൽ ചേർന്നതിന് ശേഷമാണ് സാക്കുറ ആ ഒരു ടൗണിലേക്ക് വരുന്നത്. സാക്കുറയുടെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറയുന്നത് ആ ഒരു സ്കൂളിലെ ഗ്യാങ്ങിൻ്റെ ഏറ്റവും ടോപ്പിൽ ചെന്ന് നിൽക്കുക എന്നുള്ളതാണ്. ആ ഒരു സ്കൂളിലെ ഗ്യാങ്ങിൽ ഏറ്റവും ടോപ്പിലുള്ള ആളെ വിളിക്കുന്നത് ടോപ്പ് ഡോഗ് എന്നാണ്. അപ്പോൾ ആ ഒരു ടോപ്പിൽ ചെന്ന് നിൽക്കുക എന്നുള്ളതാണ് സാക്കുറയുടെ ആഗ്രഹം എന്ന് പറയുന്നത്. അപ്പോൾ അതൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് സാക്കുറ ടൗണിലേക്ക് വരുന്നു. അപ്പോൾ ടൗണിലേക്ക് വന്നു കഴിയുമ്പോഴത്തേനും സാക്കുറയ്ക്ക് ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കുകയാണ്. ആ ഒരു സ്കൂളിലെ ഗ്യാങ്ങിന് ഒരുപാട് സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ ആ ഒരു സ്കൂളിലെ ഗ്യാങ് ആണ് ആക്ച്വലി ആ ഒരു ടൗണിനെ മൊത്തത്തിൽ പ്രൊട്ടക്റ്റ് ചെയ്യുന്നത്. ആ ഒരു സ്കൂളിൻ്റെ അണ്ടറിലാണ് ആക്ച്വലി ഈ ഒരു ടൗൺ വരുന്നത്. അപ്പോൾ ഈ ഒരു ടൗണിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ നടന്നത്, അതായത് എന്തെങ്കിലും റോബറിയോ വേറെ സ്ഥലത്തു നിന്ന് ഗ്യാങ്സ് വന്നിട്ട് ആ ഒരു ടൗണിലുള്ള ആരെങ്കിലും ഉപദ്രവിച്ചാലോ അങ്ങനെ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും അതിനെല്ലാത്തിനും പ്രതിവിധി കണ്ടെത്തുന്നത് അല്ലെങ്കിൽ അതിനെയൊക്കെ നേരിടുന്നത് ഈ സ്കൂളിലുള്ള പിള്ളേരാണ്. അപ്പോൾ ഈ കാരണം കൊണ്ട് തന്നെ ഈ ടൗണിലുള്ള എല്ലാ ആൾക്കാർക്കും ഈ സ്കൂളിലെ ആൾക്കാരെയൊക്കെ ഇഷ്ടമാണ്. അപ്പോൾ ആ ഒരു സ്കൂളിലേക്കാണ് നമ്മുടെ സാക്കുറ ചെന്ന് ചേരാൻ വേണ്ടി ശ്രമിക്കുന്നത്. അപ്പോൾ നമ്മുടെ സാക്കുറയുടെ ക്യാരക്ടറിന് ഒരുപാട് പ്രത്യേകതകളുണ്ട്. അതായത് നമ്മുടെ ടോക്കിയോ റിവെഞ്ചേഴ്സിലെ ടാക്കമീച്ചയുടെ നേരെ ഓപ്പോസിറ്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ് സാക്കുറ എന്ന് പറയുന്നത്. ആക്ച്വലി പുള്ളിക്കാരൻ ബാക്കിയുള്ള ആൾക്കാരെയൊക്കെ കെയർ ചെയ്യുമെങ്കിൽ കൂടെ പുറമേ പുള്ളിക്കാരൻ്റെ ഒരു ബാഡാസ് ലെവൽ ഓഫ് ക്യാരക്ടറായിട്ട് ഒന്നും കെയർ ചെയ്യാണ്ട് ഞാൻ എൻ്റെ രീതിക്ക് പോകും, നീയൊക്കെ പോടാ എന്നും പറഞ്ഞിട്ട് പോകുന്നൊരു ടൈപ്പ് ഓഫ് ക്യാരക്ടറാണ്. അപ്പം അങ്ങനെയുള്ള ഒരു ക്യാരക്ടർ സ്കൂളിലേക്ക് വന്ന് ചേർന്ന് എന്ത് കണ്ടാലും എതിർക്കുക എന്നുള്ളൊരു സംഭവം ഒന്ന് ആലോചിച്ച് നോക്കുക. അപ്പോൾ അതാണ് ഇവിടെ സംഭവിക്കുന്നത്. നമ്മുടെ സാക്കുറ ആ ഒരു സ്കൂളിലേക്ക് വരുന്നതും പിന്നീട് അവിടുന്ന് കുറച്ച് ഫ്രണ്ട്സിനെയൊക്കെ പുള്ളിക്കാരന് കിട്ടുന്നതും അവർ കുറച്ച് പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഫേസ് ചെയ്യുന്നതൊക്കെ വെച്ചുകൊണ്ടാണ് പോകുന്നത്. സാക്കുറ മാത്രമല്ല, വേറെ ഒരുപാട് ഗംഭീര ക്യാരക്ടേഴ്സ് ഉണ്ട്. സുവോ, ഉമേമിയ, അതുപോലെ തന്നെ സുഗിഷ്ത, നിറേ, ഹിറാഗി എന്നിങ്ങനെ തുടങ്ങിയ ഒരുപാട് ഗംഭീര ക്യാരക്ടേഴ്സിനെ നമുക്ക് ഈ ഒരു ആനിമയ്ക്കകത്ത് കാണുവാൻ സാധിക്കും. എല്ലാവർക്കും അവരുടേതായിട്ടുള്ള സ്പെഷ്യാലിറ്റീസ് ഉണ്ട്. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ ഒരു ആനിമയിലെ ആനിമേഷൻ സ്റ്റൈൽ. വളരെ രസത്തിനാണ് ഇവർ ഈ ഒരു ആനിമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ഒന്നാമത്തെ എപ്പിസോഡ് തുടങ്ങി ലാസ്റ്റത്തെ 13ാമത്തെ എപ്പിസോഡ് വരെ ഒരു പൊടിക്ക് പോലും ആനിമേഷനിൽ ഇവർ വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. അതായത് ഏത് മൊമെൻറ്റിലും വളരെ ഗംഭീരമായിട്ടാണ് ഇവർ ആ ഒരു ആനിമേഷൻ പ്രേക്ഷകരിലേക്ക് എത്തിക്കുന്നത്. ഇപ്പം റീസെൻ്റ്ലി നിഞ്ച കമുയി എന്ന് പറഞ്ഞിട്ടൊരു ആനിമ ഇറങ്ങിയായിരുന്നു. അതിൻ്റെ ആദ്യത്തെ ഒരു 3-4 എപ്പിസോഡ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഗോഡ് മോഡാണ്. അതായത് വേറെ ലെവലായിട്ട് ആനിമേഷൻ സെറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു ലാസ്റ്റ് ഒരു 3-4 എപ്പിസോഡുണ്ട്. ആബ്സല്യൂട്ട് ട്രാഷ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കണ്ടിരിക്കുന്നതിന് എണീറ്റ് പോയിട്ട് എന്ത് മാങ്ങാണ്ടിയാണ് ഉണ്ടാക്കി വെച്ചേക്കുന്നതെന്ന് വരെ തോന്നിപ്പിക്കുന്ന രീതിക്കാണ് അവരത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. ആക്ച്വലി ഈ കാരണം കൊണ്ട് തന്നെയാണ് ഞാൻ ഇതുവരെ അതിൻ്റെ ഒരു റിവ്യൂ പോലും ചെയ്യാത്തത്. കാരണം കണ്ടിരിക്കാൻ പോലും പല ആൾക്കാർക്കും പറ്റിയെന്ന് പറയത്തില്ല. ആ ഒരു ലെവലിലാണ് അത് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. എനിക്ക് ഒരുപാട് ഹോപ്പ് ഉണ്ടായിരുന്ന ആനിമയായിരുന്നു. പക്ഷേ ഈ ആനിമേഷൻ കൊണ്ട് തൊലച്ച് അവർ ആ ഒരു സംഭവത്തിനെ ഇല്ലാണ്ടാക്കി. പക്ഷേ ഇവിടെ കാര്യങ്ങൾ നേരെ തിരിച്ചാണ്. ഇവർ ഒരു പൊടിക്ക് പോലും ആനിമേഷനിൽ വിട്ടുവീഴ്ച വരുത്തിയിട്ടില്ല. കണ്ടിരിക്കുന്ന പ്രേക്ഷകൻ ആ ഒരു 100% എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാവണം. ഈവൻ ഒരു ഫൈറ്റ് സീനിലാണെങ്കിലും ഒരു സാധാരണ സീക്വൻസിലാണെങ്കിൽ പോലും ആ ഒരു ഫീൽ വരണമെന്ന് ഓർത്തിട്ട് അവർ ഗംഭീരമായിട്ട് ആനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഒരുപാട് ഗംഭീര ബാക്ക്ഗ്രൗണ്ട് സ്കോർസ് ഉണ്ട്. ക്യാരക്ടർ ഡിസൈനൊക്കെ വളരെ ഗംഭീരമാണ്. ഓരോ ക്യാരക്ടേഴ്സിനും കൊടുത്തിരിക്കുന്ന ലുക്കും കാര്യങ്ങളൊക്കെ നല്ല രസമുണ്ട്. അതായത് ഭയങ്കര മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾക്ക് പോലും ഡീറ്റെയിലിംഗ് ഒക്കെ കൊടുത്തിട്ടാണ് ഇവർ ആ ഒരു ആനിമേഷനും കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ ആ ഒരു ഡിസൈനിങ് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അങ്ങനെ മൊത്തത്തിൽ കാണുന്ന പ്രേക്ഷകനെ ഗൂസ് ബംസ് അടുപ്പിക്കാനും കണ്ട് രസിച്ചിരിക്കാനും ഒക്കെ പറ്റുന്ന ഒരു ആനിമയാണ് വിൻഡ് ബ്രേക്കർ. കാണാത്തവരായിട്ട് ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കും.